നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ക്യാമ്പ് നൗവിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടാൻ ഒരുങ്ങുകയാണ് FC ബാഴ്സലോണ. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ആ മത്സരം ആരംഭിക്കാൻ ബാക്കിയുള്ളത്. രാത്രി ഇന്ത്യൻ സമയം 1:30 ക്യാമ്പ് നൗവിൽ ഇക്കളിയുള്ളത്. മത്സരം ആദ്യ പാദം 4-0 അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിച്ചതുകൊണ്ട് തന്നെ ഈ രണ്ടാം പാദത്തിൽ ആ 4 ഗോളിൻ്റെ കടം വീട്ടി പിന്നെ ബാഴ്സയ്ക്ക് ജയിച്ചു കയറാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ബാഴ്സയുടെ താരങ്ങളൊക്കെയോ അതുപോലെ അൻസി ഫ്ലിക്കും ഒക്കെ തിരികെ വരും, ഞങ്ങളെ കൊണ്ട് സാധിക്കും, ഞങ്ങളത് ചെയ്ത് കാണിക്കും. 1% മാത്രമേ സാധ്യതയുള്ളെങ്കിലും 99% വിശ്വാസമുണ്ട്. പിന്നെ ബാഴ്സ തന്നെ പറയുന്നു ക്യാമ്പ് നൗവിലെ 90 മിനിറ്റും ഇനിയിപ്പോൾ അതിലധികം കളിക്കേണ്ടി വന്നാലും അത് വളരെ ലോങ് ആണ് എന്ന്. ഏതായാലും പറച്ചിൽ കളിക്കളത്തിൽ കാണിക്കാൻ പറ്റുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ ബാഴ്സലോണ അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മത്സരത്തിനായിട്ട്. ഗോൾ കീപ്പർമാരായിട്ട് ജോയൻ ഗാർഷ്യ, ഷെസ്നി, കൊച്ചൻ എന്നിവരാണുള്ളത്. അതേസമയം ഡിഫൻസിൽ കൻസേലോ, ബാൽഡെ, റൊണാൾഡോ അറൗഹോ, കുബാർസി, ജെറാർഡ് മാർട്ടിൻ, കൂണ്ടെ എന്നിവരുണ്ട്. മധ്യനിരയിൽ പെഡ്രി, ഫെർമിൻ, കസാഡോ, ഓൾമോ, ബെർണാൽ, ടോമി എന്നിവരാണുള്ളത്. മുന്നേറ്റത്തിൽ ഫെറാൻ, ലാമിനെ യമാൽ, റാഫീഞ്ഞ, റാഷ്ഫോർഡ്, റൂണി എന്നിവരും സ്ക്വാഡിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ മുണ്ടോ ഡിപ്പോർട്ടിവോ നൽകുന്ന സൂചന പ്രകാരം ബാഴ്സയുടെ സ്റ്റാർട്ടിംഗ് 11 ഇങ്ങനെയാവും. ജോയൻ ഗാർഷ്യ ഗോൾ കീപ്പറായിട്ട്, പിന്നെ കൂണ്ടെ, കുബാർസി, ജെറാർഡ് മാർട്ടിൻ, കൻസേലോ എന്നിവർ ഡിഫൻസിൽ, ബെർണാലും പെഡ്രിയും ഫെർമിനും ലാമിനെ യമാലും ഫെറാനും റാഫീഞ്ഞയും ഒക്കെ ചേർന്നുകൊണ്ട് അവരുടെ മുന്നേറ്റങ്ങൾ നയിക്കുകയും ചെയ്യും. എന്ത് സംഭവിക്കും കളിക്കളത്തിൽ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.